സോ ഹായ് ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലേണിംഗ് ഫേസസ് യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് SSLC ബയോളജിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. സോ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ഉള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് പഠിക്കാതെ പോയാൽ മോനെ പറയേണ്ട ബയോളജി എക്സാം പോകുമെന്ന് തന്നെ പറയാം. സോ ഫൈനലി താങ്ക് യു. എന്താ 1K സബ്സ്ക്രൈബർ 1K എന്ന 4 വർഷത്തെ ഡ്രീമാണ്. നമ്മൾ ചാനൽ തുടങ്ങി 4 മാസമായിട്ടുള്ള അതിൽ വേറെ ഒരുപാട് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ 4 ഇയർ ഡ്രീമാണ് 1K അച്ചീവ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് വേഗം കിടക്കാം. കൃത്യം അതായത് ഒരു 8 മിനിറ്റിനുള്ള നമുക്ക് വേഗം തീർക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഗീവ് ആണ്, ചെറിയൊരു ഗീവ് തരാൻ പോകുന്നുണ്ട്. പ്ലാനറ്റ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂൾ കൂട്ടിയ ശേഷമാണ് വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, വേഗം എടുക്കാം. അതിന് മുമ്പ് നമുക്കറിയാം IT-യിലെ പ്രധാനപ്പെട്ട 77 ഷുവർ ക്വസ്റ്റ്യൻ നമ്മൾ വീഡിയോ വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ. 77 ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു. അതേപോലെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും യൂസ്ഫുൾ ആയിട്ടുള്ള 77 ഷുവർ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കട്ടോ. നമുക്ക് ഇനി വേഗം ചാപ്റ്റർ കിട്ടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ ഇവിടെ കാണുന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചേ. അതായത് സിംറ്റംസ് ഓഫ് ഡിസീസസ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് വായിച്ചു നോക്കാം. ജസ്റ്റ് നോട്ട് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി നോക്കാം. അപ്പൊ എന്താ, എല്ലാവരും രോഗത്തിന്റെ ലക്ഷണം അവിടെ തന്നിട്ടുണ്ട്. അതിലെന്താ, ഒന്ന്, കാൽ വിരലുകൾക്കിടയിലും പാദങ്ങൾക്കിടയിലും ചൊറിച്ചിലും ചുവന്ന ശിൽക്കങ്ങളുണ്ട്. ചൊറച്ചിലും ചുവന്ന ശിൽക്കങ്ങളും ഇവിടെ കാണുന്നുണ്ട്. അത് എന്ത് രോഗമാണ്? റിംഗ്വോം ആണോ, അത്ലറ്റ് ഫൂട്ട് ആണോ, മലേറിയ ആണോ, ഫൈലേറിയൽ ആണോ? ഏതാ? നമുക്കറിയാം അത്ലറ്റ് ഫൂട്ട് ആണ്. കാലിന്റെ ഇടയിൽ ചുവന്ന ശിൽക്കങ്ങൾ വരികയാണ്. അത് എന്തായിരിക്കും? അത് അത്ലറ്റ് ഫൂട്ട് ആയിരിക്കും. അത്ലറ്റ് ഫൂട്ട് ആവണം, അത്ലറ്റ് ഫൂട്ട് ആയിരിക്കണം. ഓക്കെ, പിന്നെന്താ രണ്ടാമത്തെ നോക്കാം. ബേസ്ഡ് ദ ഗിവൻ മോഡൽ എ കംപ്ലീറ്റ് A to B. അതായത് എ എന്ന് ഫോളോ ചാർട്ട് പോലെ B എന്ന് നമ്മൾ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സിമ്പിൾ ആണ്. നോക്കാം. എയ്ഡ്സ് എന്നത് വൈറസ് ആണ്, അത് HIV ആണ് പകരുന്നത്. അങ്ങനെയെങ്കിൽ എന്താ, എലിപ്പനി എന്നത് എന്തായിരിക്കും? എലിപ്പനി എന്നത് ബാക്ടീരിയ ആണ്. അത് പരത്തുന്നത് ആരാണ്? ലെപ്റ്റോസ്പൈറയാണ്. എലിപ്പനി എന്നത് ബാക്ടീരിയ ആണ്, അത് പരത്തുന്നത് ലെപ്റ്റോസ്പൈറയാണ്. മറക്കണ്ട. പിന്നെന്താ നോക്കാം. അടിവരയിട്ട പദത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി, അതായത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം തിരുത്തിയാൽ മതി കേട്ടോ. ഹീമോഫീലിയ ഒരു ജീവിതശൈലി രോഗമാണ്. എന്താ, ഹീമോഫീലിയ ഈസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണോ? അല്ല. അതെന്താ, ഒരു ജനിതക രോഗമാണ്, അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസസ് ആണ്. അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് നിപ്പ പിഗ് ആണോ? അല്ല. അതെന്താ, ബൊവ്വാലാണ്. അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ബൊവ്വാലാണ്. സെക്കൻഡറി വെക്ടർ ആണ് ആര്? നമ്മുടെ പിഗ് എന്ന് പറയുന്നത് കേട്ടോ. പിഗ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താ, എംഫിസിമ അഫക്റ്റിംഗ് ദ ബ്രെയിൻ. എംഫിസിമ ബ്രെയിനെയാണ് ബാധിക്കുക? അല്ല. അവിടെ എവിടെയാണ് ബാധിക്കാതെ? ശ്വാസകോശത്തെയാണ് ബാധിക്കുക. നോട്ട് കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത് നോക്കാം. എയ്ഡ്സിനെ കുറിച്ചാണ്. എയ്ഡ്സ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ മൈക്രോ ഓർഗാനിസം ദാറ്റ് എയ്ഡ്സിന്റെ പകരുന്ന രോഗകാരി ആരാ? നമ്മൾ പറഞ്ഞു HIV ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമുക്ക് നോക്കാം എയ്ഡ്സ് എങ്ങനെയെല്ലാം പകരില്ല അത് നോക്കാം. ഒന്നാമത്, എയ്ഡ്സ് പകരുന്ന വിധം ഒന്നെങ്കിൽ HIV ബാധിതരുമായിട്ടുള്ള, എങ്ങനെ തന്നെ എഴുതണം, HIV ബാധിതരുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട്, ലൈംഗിക ബന്ധത്തിലൂടെ ഒന്നാമത് പകരും. രണ്ടാമത് എങ്ങനെ വരും? HIV ഫ്രം ഇൻഫെക്റ്റഡ്, അതായത് മദർ ടു, അതായത് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് എന്ത് ചെയ്യും? എയ്ഡ്സ് പകരും. പിന്നെന്താ, സിറിഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഓർഗാനിസം അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഒക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ, നീഡിൽസോ അതേപോലെ സിറിഞ്ചോ ഒക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും? HIV പകരും. പിന്നെ എന്തായിരിക്കും? പിന്നെ അതേമാതിരി തന്നെ HIV ബാധിതരുമായിട്ടുള്ള ബ്ലഡ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിലൂടെയും എന്ത് ചെയ്യും? HIV പകരം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. വളരെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാതെ പോകാൻ പാടില്ല. പിന്നെന്താ, എയ്ഡ്സ് എങ്ങനെ പകരൂല? എയ്ഡ്സ് എങ്ങനെയെല്ലാം പകരും? ഇപ്പൊ പറഞ്ഞ 4 പകരുന്നതാണ്. അക്കത്തിലും എയ്ഡ്സിന് നിരത്തി തന്നെ എഴുതണം. HIV തന്നെ നിരത്തി എഴുതണം കേട്ടോ, അല്ലെ മാർക്ക് കിട്ടൂലേ. പിന്നെന്താ, എയ്ഡ്സ് എങ്ങനെയെല്ലാം പകരൂല? ശ്രദ്ധിച്ചോ. സ്പർശനം, ഹസ്താനം, ചുമ, തുമ്മൽ, ഇത് കഫ് സ്നീസിങ് ഒന്നിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല? എയ്ഡ്സ് പകരൂല. അതേപോലെ കൊതുകി, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല? എയ്ഡ്സ് എന്നൊരു രോഗം പകരൂല. പിന്നെ എങ്ങനെ? ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കിടുക എന്നിവയിലൂടെ, അതായത് ബൈ സ്റ്റേയിങ് ടുഗദർ ആൻഡ് ഷെയറിംഗ് ഫുഡിലൂടെ ഒന്നും എന്ത് ചെയ്യില്ല? എയ്ഡ്സ് എന്നൊരു രോഗം പകരൂല. അതേപോലെ ബൈ യൂസിങ് സെയിം ടോയ്ലറ്റ്, ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെയും എന്ത് ചെയ്യില്ല? എയ്ഡ്സ് പകരൂല മോനെ. ബൈ ടേക്കിംഗ് ബാത്ത് ഇൻ എ സെയിം പോണ്ട്, അതായത് ഒരേ കുളത്തിൽ നമ്മൾ കുളിക്കുന്നതിലൂടെ എന്ത് ചെയ്യില്ല? എയ്ഡ്സ് എന്ന രോഗം എന്ത് ചെയ്യില്ല? പകരുകയില്ല. ശ്രദ്ധിക്കട്ടോ. നെക്സ്റ്റ് നോക്കാം. അടുത്തത്, ഇനി പുകവലി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക? ഒന്ന്, ബ്രെയിനിനെ നോക്കാം. അതേപോലെ ശ്വാസകോശത്തെ നോക്കാം. ആൻഡ് ഹേർട്ടിനെ നോക്കാം. ഒന്ന്, ബ്രെയിൻ എങ്ങനെയാ ബാധിക്കും? ബ്രെയിനെ പക്ഷാഘാതം അല്ലെ സ്ട്രോക്ക് ആൻഡ് നിക്കോട്ടിൻ, അഡിഷൻ ഓഫ് നിക്കോട്ടിൻ ആണ് ബ്രെയിന്റെ കേസ്. ബ്രെയിൻ പോട്ടെ. ഇനി ശ്വാസകോശം അല്ലെ. ശ്വാസകോശം എന്താ? ശ്വാസകോശ ക്യാൻസർ അല്ലെങ്കിൽ ലങ്സ് ക്യാൻസർ. അതേപോലെ പിന്നെന്താ, ബ്രോങ്കൈറ്റിസ് ആൻഡ് എംഫിസിമ കേട്ടോ. ബ്രോങ്കൈറ്റിസ് എംഫിസിമ നേരത്തെ ചോദിച്ചില്ല. ബ്രോങ്കൈറ്റിസ് ആൻഡ് എംഫിസിമ ആണ് നമ്മളെ ലങ്സിനെ ബാധിക്കുന്നത് കേട്ടോ. പിന്നെന്താ, ഹേർട്ട്, ഹൃദയത്തെ എന്താ? ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ. പിന്നെന്താ, ലോസ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് എന്താണ്
ഇലാസ്റ്റികത നഷ്ടപ്പെടുക, ധമനികളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുക. പിന്നെന്താ, പ്രവർത്തനക്ഷമത കുറയാ അല്ലെ, പ്രവർത്തനക്ഷമത കുറയാ, ഫങ്ഷണൽ എഫിഷ്യൻസിയിലെ മറന്നു പോകേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെന്താ, നെക്സ്റ്റ് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്ര ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. മറക്കണ്ട, അതായത് MIQയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തീർത്തിട്ടുണ്ട്. അതിന് ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള എല്ലാവിധ ക്വസ്റ്റ്യൻസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അതേപോലെ ഇത് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എക്സാമിന് പോവുക. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ 15 ക്വസ്റ്റ്യൻസ് വരും. സോ മാക്സിമം അതിൽ ഷെയർ ചെയ്ത്, പിന്നെ ഫൈനലി ടൈം കൊണ്ട് 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. എന്നെ അപേക്ഷിച്ച് അത് വലിയൊരു ഇത് തന്നെയാണ് പറയുന്നത്, വലിയൊരു എന്റെ ഒരു ആഗ്രഹം തന്നെയാണ് നിങ്ങൾ സാധിച്ചെന്നുള്ളത്. സോ താങ്ക് യു. വീണ്ടും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, താങ്ക് യു. ലേണിഫൈ, റൈറ്റ് യുവർ ആൻസർ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതിന്റെ നോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ഉണ്ട്, 2 ലിങ്ക് ഉണ്ട്. SSLC ഉണ്ട്, 7 ഉണ്ട്. അതിൽ SSLC ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തോ. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, താങ്ക് യു.